إنا نحن نزلنا الذكر وإنا له لحافظون 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 അധ്യായം 36 സൂറത്ത് യാസീൻ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 83. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാസീൻ. യാസീൻ. വൽഖുർആനിൽ ഹകീം. പ്രബലമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ. തീർച്ചയായും താങ്കൾ അല്ലാഹുവിന്റെ ദൂതന്മാരിൽപ്പെട്ട ആൾ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം. താങ്കൾ ശരിയായ മാർഗത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. തൻസീലൽ അസീസിർ റഹീം. പ്രതാപശാലിയും പരമകാരുണികനുമായ അല്ലാഹുവാണിത് അവതരിപ്പിച്ചിട്ടുള്ളത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഒരു ജനതയെ താങ്കൾ താക്കീത് ചെയ്യുവാൻ വേണ്ടി അവരുടെ പിതാക്കൾക്ക് താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനാൽ അവർ അശ്രദ്ധരായി ജീവിക്കുകയാണ്. ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. തീർച്ചയായും അവരിൽ അധികം ആളുകൾക്കും ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു. തന്നിമിത്തം അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. തീർച്ചയായും അവരുടെ കഴുത്തുകളിൽ കൈകളോടുകൂടി വമ്പിച്ച ചില ആമങ്ങൾ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് താടിയെല്ലുകൾ വരെ എത്തിയിരിക്കും. തന്നിമിത്തം അവർ തല ഉയർത്തപ്പെട്ടവരാകുന്നു. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. അവരുടെ മുന്നിലും പിന്നിലും നാം ഓരോ മറ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെ നാം മൂടിപ്പൊതിഞ്ഞിരിക്കുന്നു. തന്നിമിത്തം അവർ കണ്ടറിയുന്നില്ല. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون.
താങ്കൾ അവരെ താക്കീത് ചെയ്യലും താക്കീത് ചെയ്യാതിരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. അവർ വിശ്വസിക്കുകയില്ല. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. പ്രമാണത്തെ പിന്തുടരുകയും അദൃശ്യമായി തന്നെ കരുണാനിധിയായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവന് മാത്രമേ താങ്കളുടെ താക്കീത് ബലം ചെയ്യുകയുള്ളൂ. അതിനാൽ പാപമോചനവും മാന്യമായ പ്രതിഫലവുമുണ്ടെന്ന സന്തോഷവാർത്ത അവനെ താങ്കൾ അറിയിക്കുക. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. തീർച്ചയായും നാം മരണമടഞ്ഞവരെ ജീവിപ്പിക്കുന്നു. അവർ മുമ്പ് ചെയ്തു വെച്ചതും അവരുടെ പ്രവർത്തന ഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം കണക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. നബിയെ, താങ്കൾ അവർക്ക് ആ നാട്ടുകാരെ ഒരു ഉപമയായി വിവരിച്ചു കൊടുക്കുക. അവിടെ മുർസലുകൾ ദൂതന്മാർ ചെന്ന സന്ദർഭം. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. അതായത് അവരുടെ അടുത്തേക്ക് നാം രണ്ടാളെ അയച്ച സന്ദർഭം. അപ്പോൾ ആ രണ്ടുപേരെയും അവർ നിഷേധിച്ചു. തത്സമയം മൂന്നാമതൊരാളെ കൊണ്ട് നാം അവർക്ക് പ്രാബല്യം നൽകി. എന്നിട്ടവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാകുന്നു. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ആ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. കരുണാനിധിയായ അള്ളാഹു ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ പറയുന്നത് കള്ളം മാത്രമാണ്. قالوا ربنا يعلم إنا إليكم لمرسلون. അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടവർ തന്നെയാണെന്ന്. وما علينا إلا البلاغ المبين. സ്പഷ്ടമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. അവർ പറഞ്ഞു, നിങ്ങൾ കാരണമായി തീർച്ചയായും ഞങ്ങൾ അവലക്ഷണത്തിലായിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിയുകയും ഞങ്ങളിൽ നിന്നു നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ അനുഭവപ്പെടുകയും ചെയ്യും. തീർച്ച. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ അവലക്ഷണം നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷേ നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയാണ്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു പുരുഷൻ ഓടിവന്നു. അയാൾ പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റുക. اتبعوا من لا يسألكم أجرا وهم مهتدون.
അതായത് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാത്തവരെ നിങ്ങൾ പിന്തുടരുക, അവരാകട്ടെ സന്മാർഗം പ്രാപിച്ചവരുമാണ്. وما لي لا أعبد الذي فطرني وإليه ترجعون. എന്നെ സൃഷ്ടിച്ചവന് ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു ന്യായമാണുള്ളത്? അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. അവന് പുറമെ മറ്റു വല്ല ഇലാഹുകളെയും ഞാൻ സ്വീകരിക്കുകയോ കരുണാനിധിയായ അല്ലാഹു എനിക്ക് വല്ല വിഷമവും ഉദ്ദേശിക്കുന്ന പക്ഷം ആ ഇലാഹുകളുടെ ശുപാർശ എനിക്കൊട്ടും പ്രയോജനപ്പെടുകയില്ല, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ സ്പഷ്ടമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും. ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. തീർച്ചയായും നിങ്ങളുടെ നാഥനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ എന്റെ വാക്കു നിങ്ങൾ കേട്ടുകൊള്ളുക. ഖീല ദഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. നീ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഹാ, എന്റെ നാഥൻ എനിക്ക് പുറത്തു തന്നതിനെക്കുറിച്ചും എന്നെ മാന്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയതിനെക്കുറിച്ചും എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. തന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ ആകാശത്തുനിന്ന് ഒരു സൈന്യത്തെയും നാം ഇറക്കിയിട്ടില്ല, അങ്ങനെ ഇറക്കുന്ന പതിവും നമുക്കില്ല. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. അത്, ആ സംഭവം, ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരുന്നു. തൽക്ഷണം അവരതാ നശിച്ചു കെട്ടടങ്ങിയവരായിരിക്കുന്നു. യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്ദിഊൻ. ഹാ, അടിമകളുടെ സ്ഥിതി എത്ര കഷ്ടം! അവരുടെ അടുത്ത് ഏതൊരു റസൂലെത്തുമ്പോഴും അവരദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. അവരുടെ മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞതെന്നും അവരാരും ഇവരുടെ അടുത്തേക്ക് മടങ്ങി വരുന്നില്ലെന്നും അവർക്ക് കണ്ടുകൂടെ. وإن كل لما جميع لدينا محضرون. അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ്. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. നിർജീവമായി കിടക്കുന്ന ഭൂമി അവർക്കൊരു വലിയ ദൃഷ്ടാന്തമാണ്. നാം അതിനെ ജീവിപ്പിക്കുകയും അതിൽ ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവരതാ അതിൽ നിന്നു ഭക്ഷിക്കുന്നു. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. നാം അതിൽ ഈത്തപ്പനകളുടെയും മുന്തിരികളുടെയും തോട്ടങ്ങളുണ്ടാക്കുകയും അരുവികൾ ഒഴുക്കുകയും ചെയ്തിരിക്കുന്നു. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون.
അതിന്റെ ഫലങ്ങളിൽ നിന്നും അവരുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർ ഭക്ഷിക്കാൻ വേണ്ടി നാം അതെല്ലാം ചെയ്തു. എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും അവരുടെ സ്വന്തം വർഗത്തിൽ നിന്നും അവർക്കറിയാത്തതിൽ നിന്നും എല്ലാ ഇണവർഗങ്ങളെയും സൃഷ്ടിച്ചവൻ മഹാപരിശുദ്ധനത്രേ. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു. അപ്പോൾ അവരതാ ഇരുട്ടിൽ അകപ്പെട്ടവരായിത്തീരുന്നു. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂര്യൻ അതിന്റെ താവളത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതാപശാലിയും സർവജ്ഞനുമായ അല്ലാഹുവിന്റെ നിശ്ചയമാണത്. والقمر قدرناه منازل حتى عاد كالعرجون القديم. ചന്ദ്രനും നാം ചില ഭവനങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഈത്തപ്പനക്കുലയുടെ പഴക്കം ചെന്ന തണ്ട് പോലെ ആയിത്തീരുന്നു. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ സാധ്യമല്ല. രാവ് പകലിനെ കവച്ചുവെച്ച് പോവുകയുമില്ല. എല്ലാം തന്നെ അതതിന്റെ മണ്ഡലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. وآية لهم أنا حملنا ذريتهم في الفلك المشحون. നിറയ്ക്കപ്പെട്ട കപ്പലിൽ അവരുടെ പിതാക്കളെ നാം കയറ്റിയതും അവർക്കൊരു വലിയ ദൃഷ്ടാന്തമാണ്. وخلقنا لهم من مثله ما يركبون. അവർ സവാരി ചെയ്യുന്ന അതുപോലെയുള്ള പലതിനെയും നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരെ നാം വെള്ളത്തിൽ മുക്കിക്കളയുമായിരുന്നു. അപ്പോൾ അവരെ സഹായിക്കുന്നവരാരും ഉണ്ടാകുകയില്ല. അവർ രക്ഷിക്കപ്പെടുകയുമില്ല. إلا رحمة منا ومتاعا إلى حين. പക്ഷേ നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായിട്ടും ഒരു നിശ്ചിത കാലം വരെ അവർ ജീവിതസുഖം ആസ്വദിക്കാനുമായിട്ടാണ് നാം അവരെ രക്ഷപ്പെടുത്തിയത്. وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ. നിങ്ങളുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാമെന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പിന്തിരിഞ്ഞു കളയുന്നു. وَمَا تَأْتِيهِمْ مِنْ آيَةٍ مِنْ آيَاتِ رَبِّهِمْ إِلَّا كَانُوا عَنْهَا مُعْرِضِينَ. തങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർക്ക് ഏതൊരു ദൃഷ്ടാന്തം വരുമ്പോഴും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുകയാണ് ചെയ്തിരുന്നത്. وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَن لَّوْ يَشَاءُ اللَّهُ أَطْعَمَهُ إِنْ أَنتُمْ إِلَّا فِي ضَلَالٍ مُبِينٍ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ ആ സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയും, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ തന്നെ ഭക്ഷണം കൊടുക്കുമായിരുന്നവർക്ക് അവൻ കൊടുക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ? നിങ്ങൾ സ്പഷ്ടമായ ദുർമാർഗത്തിൽ തന്നെയാണ്. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ.
നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക എന്നവർ ചോദിക്കുന്നു. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. ഒരു ഭയങ്കര ശബ്ദമല്ലാതെ അവർ മറ്റൊന്നും കാത്തിരിക്കുന്നില്ല. അവർ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടുന്നതാണ്. فلا يستطيعون توصية ولا إلى أهلهم يرجعون. അപ്പോൾ വല്ല വസിയ്യത്തും ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. തങ്ങളുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങിച്ചെല്ലുകയുമില്ല. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. കാഹളത്തിൽ ഊതപ്പെടും. അന്നേരം അവരതാ കബറുകളിൽ നിന്ന് തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്നു. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. അവർ പറയും, എന്തൊരു നാശം! ഉറങ്ങിയിടത്തു നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് കരുണാനിധിയായ അല്ലാഹു വാഗ്ദാനം ചെയ്യുകയും ദൂതന്മാർ സത്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. അത് ഒരേയൊരു ഭയങ്കര ശബ്ദം മാത്രമായിരിക്കും. അപ്പോഴതാ അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. ഇന്ന് ആരോടും തീരെ അനീതി ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതുമല്ല എന്ന് അവരോട് പറയപ്പെടും. إن أصحاب الجنة اليوم في شغل فاكهون. തീർച്ചയായും സ്വർഗ്ഗക്കാർ എന്ന മഹത്തായ ചില ജോലികളിൽ വ്യാപൃതരും ആനന്ദം കൊള്ളുന്നവരുമായിരിക്കും. هم وأزواجهم في ظلال على الأرائك متكئون. അവരും അവരുടെ ഇണകളും തണലുകളിലും അലങ്കൃതമായ ചില സോഫകളിൽ സസുഖം ചാരിയിരിക്കുന്നവരും ആയിരിക്കും. لهم فيها فاكهة ولهم ما يدعون. അവർക്കവിടെ ഫലവർഗ്ഗങ്ങളുണ്ട്. മാത്രമല്ല അവർ എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം അവർക്കവിടെയുണ്ടാകും. سلام قولا من رب رحيم. പരമകാരുണികനായ രക്ഷിതാവിങ്കൽ നിന്ന് വാക്രൂപത്തിൽ തന്നെ അവർക്ക് സലാം ലഭിക്കുന്നതാണ്. وامتازوا اليوم أيها المجرمون. ഹേ കുറ്റവാളികളെ, നിങ്ങൾ ഇന്ന് വേർതിരിഞ്ഞു നിൽക്കുക. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. മനുഷ്യരെ, നിങ്ങൾക്ക് നാം ആജ്ഞ നൽകിയിട്ടില്ലേ, നിങ്ങൾ പിശാചിനെ അനുസരിക്കരുത്, തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന്. وأن اعبدوني هذا صراط مستقيم. നിങ്ങൾ എന്നെ ആരാധിക്കണം, അതാണ് ചൊവ്വായ മാർഗമെന്നും. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. തീർച്ചയായും നിങ്ങളിൽ വളരെയധികം ആളുകളെ അവൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ? هذه جهنم التي كنتم توعدون. നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന നരകമാണിത്. اصلوها اليوم بما كنتم تكفرون.
നിങ്ങൾ സത്യനിഷേധം സ്വീകരിച്ചവരായതുകൊണ്ട് ഇന്ന് ഇതിൽ പ്രവേശിച്ചു ചൂടേറ്റുകൊള്ളുക. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ആ ദിവസം അവരുടെ വായകൾക്ക് നാം മുദ്ര വെക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും അവരുടെ കാലുകൾ സാക്ഷിയാകുകയും ചെയ്യും. وَلَوْ نَشَاءُ لَطَمَسْنَا عَلَى أَعْيُنِهِمْ فَاسْتَبَقُوا الصِّرَاطَ فَأَنَّىٰ يُبْصِرُونَ. നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ കണ്ണുകളെ നാം അന്ധമാക്കുമായിരുന്നു. അപ്പോൾ നടക്കാറുള്ള വഴിയിലേക്ക് അവർ മുമ്പോട്ട് വരും. എന്നാൽ അവരെങ്ങനെയാണ് കാണുക? وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ നിലകൊള്ളുന്ന സ്ഥാനത്ത് വെച്ച് തന്നെ നാം അവരെ രൂപാന്തരപ്പെടുത്തുമായിരുന്നു. അപ്പോൾ മുമ്പോട്ട് പോകാനോ പിമ്പോട്ട് മടങ്ങാനോ അവർക്ക് കഴിയുകയില്ല. وَمَن نُّعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ. ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുന്ന പക്ഷം അവന്റെ പ്രകൃതിയിൽ നാം വിപരീതാവസ്ഥ വരുത്തുന്നു. അപ്പോൾ അവർ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ? وَمَا عَلَّمْنَاهُ الشِّعْرَ وَمَا يَنبَغِي لَهُ إِنْ هُوَ إِلَّا ذِكْرٌ وَقُرْآنٌ مُبِينٌ. നബിക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് യോജിച്ചതുമല്ല. ഇത് ഒരു തത്വോപദേശവും വ്യക്തമായ ഖുർആനുമാകുന്നു. لِيُنذِرَ مَن كَانَ حَيًّا وَيَحِقَّ الْقَوْلُ عَلَى الْكَافِرِينَ. ജീവനുള്ളവനെ അദ്ദേഹം താക്കീത് ചെയ്യാനും സത്യനിഷേധികളുടെ മേൽ നമ്മുടെ ശിക്ഷയുടെ വാക്ക് സത്യമായി പുലരുവാനും വേണ്ടിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. أَوَلَمْ يَرَوْا أَنَّا خَلَقْنَا لَهُم مِّمَّا عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ لَهَا مَالِكُونَ. തീർച്ചയായും നാം സ്വന്തമായി പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും കന്നുകാലികളെ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തത് അവർ അറിയുന്നില്ലേ? അപ്പോൾ അവർ അവയുടെ ഉടമസ്ഥന്മാരാകുന്നു. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ. അവയെ അവർക്ക് നാം വിധേയമാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ അവയിൽ ചിലത് അവരുടെ വാഹനമാണ്. അവയിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ. അവയിൽ അവർക്ക് മറ്റു ചില പ്രയോജനങ്ങളും കുടിക്കാനുള്ള പാനീയങ്ങളുമുണ്ട്. എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ? وَاتَّخَذُوا مِن دُونِ اللَّهِ آلِهَةً لَّعَلَّهُمْ يُنصَرُونَ. സഹായിക്കപ്പെടുന്നവരാകാൻ വേണ്ടി അള്ളാഹുവിന് പുറമേ ചില ഇലാഹുകളെ അവർ സ്വീകരിച്ചിരിക്കുന്നു. لا يستطيعون نصرهم وهم لهم جند محضرون. അവരെ സഹായിക്കാൻ ആ ഇലാഹുകൾക്ക് കഴിയുകയില്ല. ഇവരാകട്ടെ ആ ഇലാഹുകൾക്ക് ഒരു സന്നദ്ധ സേനയുമാണ്. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. അതുകൊണ്ട് നബിയെ, അവരുടെ വാക്ക് താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയുന്നുണ്ട്. أَوَلَمْ يَرَ الْإِنسَانُ أَنَّا خَلَقْنَاهُ مِن نُّطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُّبِينٌ.
മനുഷ്യനെ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അവർ കണ്ടറിഞ്ഞിട്ടില്ലേ? എന്നിട്ട് അവനതാ ഒരു സ്പഷ്ടമായ ശത്രുവായിരിക്കുന്നു. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അവൻ നമുക്കൊരു ഉപമ എടുത്തു കാട്ടുകയും തന്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നുകളയുകയും ചെയ്തിരിക്കുന്നു. അവൻ ചോദിക്കുകയാണ്, ഈ അസ്ഥികളെ അവ പഴകി ജീർണിച്ചതായിട്ടും ആരാണ് ജീവിപ്പിക്കുക? قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. താങ്കൾ പറയുക, ഒന്നാമതായി അവയെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ തന്നെ അവയെ രണ്ടാമതും ജീവിപ്പിക്കും. അവൻ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും നല്ലവണ്ണം അറിയുന്നവനാണ്. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. അതായത് പച്ചമരത്തിൽ നിന്നും നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവൻ, എന്നിട്ട് നിങ്ങളതാ അതിൽ നിന്നു തീ കത്തിക്കുന്നു. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു അവരെപ്പോലെയുള്ളത് സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ? അതെ, കഴിവുള്ളവൻ തന്നെയാണ്. അവൻ തന്നെയാണ് മഹാസൃഷ്ടാവും സർവജ്ഞനും. إنما أمره إذا أراد شيئا أن يقول له كن فيكون. തീർച്ചയായും അവന്റെ കാര്യം ഇതാണ്. ഒരു വസ്തു ഉണ്ടാകണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ അതിനെപ്പറ്റി ഉണ്ടാകുക എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴത് ഉണ്ടാകും. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും രാജാധിപത്യം ആരുടെ കയ്യിലാണോ അവൻ, അല്ലാഹു മഹാപരിശുദ്ധൻ, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും.